ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പോകുന്നത് സ്കൂളിലാണ്. മക്കളെ സ്കൂളിലൊന്ന് പോകണം. പിന്നെ അവരെ യൂണിഫോം എത്തിയിട്ടുണ്ട്, അപ്പോൾ അത് വാങ്ങിക്കാൻ പോകുന്നതാണ്. പിന്നെ മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട്. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റും കൂടി ചെയ്യുക. നിങ്ങളങ്ങനെ ഇൻട്രോ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്കൂളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതൊരു ഉച്ച സമയം, ഒരു 2 മണി ആ ഒരു ടൈമിലാണ് ടീച്ചർ പോകാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്, പക്ഷേ ബസ് കിട്ടിയില്ല, മിസ്സായിപ്പോയി. അങ്ങനെ കുറേ സമയം ഇവിടെ നിന്ന്. അല്ലെങ്കിലും എവിടെ പോകാൻ ഇറങ്ങിയാലും ഞാൻ അങ്ങനെ കറക്റ്റ് ടൈമിനൊന്നും ഇറങ്ങുന്ന ഒരാളല്ല. അതായത് ഇനി ഒരു 2 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതന്നെ 2:55 അല്ല 1:55. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങളെല്ലാം. പിന്നെ അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, സ്കൂളിലേക്ക് കുറച്ച് നടന്നു പോകാനുണ്ട്. പിന്നെ ഇതൊരു വെള്ളിയാഴ്ച ടൈമേനു. അപ്പം പള്ളിയിൽ നിന്ന് ഇങ്ങനെ ജുമാ എല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദ് ഇങ്ങനെ വയൽ കൊടുക്കുന്ന വയൽ പറയുന്ന ഒരു സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടേനു. പിന്നെ അങ്ങനെ ഇതാ ആകാശം നോക്കുമ്പോൾ നല്ല മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാനിപ്പം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടേനു. അപ്പോൾ അന്നേരം തന്നെ നല്ല മഴയും പെയ്ത്. ഞാൻ കുടയെടുത്തതുകൊണ്ട് ഭാഗ്യം. യൂണിഫോം സ്കൂളിൽ നിന്ന് കിട്ടിയതിന് ശേഷം കോളേയും കൂട്ടിയിട്ട് ഒന്ന് മട്ടന്നൂർ ഹോസ്പിറ്റലിൽ പോകേണ്ട ഇതും കൂടി ഉണ്ടേനു. പിന്നെ നമ്മൾ ഇവിടെയില്ലേ, നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ ചെന്നിട്ട് കുട്ടീനെ ഇങ്ങനെ പിക്ക് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ കുറേ സമയം ഇങ്ങനെ ഓഫീസ് റൂമിൽ ഇരിക്കേണ്ടി വരും. അതായത് നമ്മൾ അവിടെ ഓഫീസ് റൂമിൽ ചെന്നിട്ട് നമ്മൾ അവരോടിങ്ങനെ കാര്യം പറയണം. എന്നിട്ട് അവർ ആയനെ വിളിച്ചിട്ട് അവരാണ് ക്ലാസ്സിൽ ചെന്നിട്ട് കുട്ടീനെ പിക്ക് ചെയ്തിട്ട് നമ്മളടുത്തേക്ക്, അതായത് കുട്ടീനെ കൂട്ടിയിട്ട് നമ്മളടുത്തേക്ക് ആക്കിത്തരിക. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ സമയം എവിടെയും കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തിന്. പിന്നെ അതുപോലെ തന്നെ യൂണിഫോം അവർക്ക് ക്ലാസ്സിൽ നിന്ന് ഓരോ കുട്ടികളെ കൈമിലും കൊടുക്കുക ചെയ്തതിന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആ മെസ്സേജ് ഫോണിലുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ അതാ ഹോൾ കാണുന്നില്ലേ, ആയൻ്റെ കൂടെ വരുന്ന ഇത് കണ്ടില്ല, ആയ വിളിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. അതുപോലെ കുറേ പാരൻസ് ഉണ്ടായിരുന്നു ഇതുപോലെ മക്കളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളുടെ പേരും അതുപോലെ നമ്മളെ സ്ഥലവും എന്തിനാണ് പോകുന്നത്, അതുപോലെ എത്ര ടൈമിനാണ് നമ്മൾ അതായത് കൂട്ടിയിട്ട് പോകുന്നത്, അങ്ങനെയെല്ലാം എഴുതിയിട്ട് നമ്മളൊപ്പം കൂടി ഇട്ടിട്ട് വേണം കൂട്ടിയിട്ട് പോകാൻ. അങ്ങനത്തെ ബസ് കയറി. ബസ്സിൽ പിന്നെ മഴയോട് മഴയായി. ബസ് കയറിയതിന് ശേഷം പിന്നെ ഭയങ്കര മഴയായി. അങ്ങനെ മട്ടന്നൂരെത്തി. പിന്നെ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇവളെ ഒന്ന് കാണിക്കാനുണ്ടല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം ഒക്കെ ഫലൂദ വേണമെന്ന് പറഞ്ഞ് ഒക്കെ ഭയങ്കര ആഗ്രഹം മൂലം ഫലൂദ കഴിക്കാൻ. അങ്ങനെ ഫലൂദയും വാങ്ങിച്ച് കൊടുത്ത്. ഇനിയിപ്പം ഫലൂദ കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വേറെ വരാനുണ്ട്, കഫ്കെട്ട് അങ്ങനെയുള്ള ഐറ്റമൊക്കെ ഇത് വേറെ വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഷോപ്പ് കയറി. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങൽ. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, ചെരുപ്പിൻ്റെയും അതുപോലെ ഷൂസിൻ്റെയും എല്ലാം, കിഡ്സിൻ്റെയും ലേഡീസിൻ്റെയും മൊത്തത്തിലുള്ളത്. ലേഡീസിൻ്റെ മാത്രമേ ഉള്ളൂ, ജെൻസിൻ്റെ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നത്. അങ്ങനെ അതെല്ലാം വാങ്ങി അങ്ങനെ കുറച്ച് പരിപാടി, അതായത് കുറച്ച് സാധനമെല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ പുരക്കെത്തി. പിന്നെ ഞാൻ വരുമ്പോൾ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടേനു. ഇപ്പം മീനെല്ലാം ഭയങ്കര റേറ്റ് കൂടുതലല്ലേ. അപ്പം ഞാൻ ചെമ്മീൻ ഇപ്പം എല്ലാ സ്ഥലത്തും റേറ്റ് കുറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ മട്ടന്നൂരെല്ലാം കണ്ടിരുന്നു, പക്ഷെ ഞാനിത് ഉള്ളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ ഞാൻ വരുമ്പോൾ കുറച്ച് അധികം തന്നെ കൊഞ്ച് കുറച്ച് വണ്ണം ഉള്ളതല്ലേ, ഇത് ചെറുത് ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടേനും. അങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്തിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്.
പിന്നെ ബാക്കിയുള്ളതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കണം. അങ്ങനെ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഏറ്റവും ചെറുതാണ് കേട്ടോ. ക്ലീൻ ചെയ്യാൻ നല്ല പണിയുണ്ടായിരുന്നു, വൃത്തിയാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറുതാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാനും പറ്റില്ല. കുറച്ച് അധികം ടൈം തന്നെ ഇതിനെക്കൊണ്ട് ഞാൻ കളിച്ചിന്. ഇത് അതായത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഇത്ര പൊടി ഉണ്ടാവും, പക്ഷേ ഇതിങ്ങനെ കൂട്ടിയിട്ടാൽ നല്ല കുറേ ഉള്ളതുപോലെ ഉണ്ടാവും. അതായത് ഇതിൻ്റെ വേസ്റ്റാണ് കൂടുതലും ഉണ്ടാകുക. അങ്ങനെ മൊത്തത്തിൽ എല്ലാം അതായത് ഞാൻ എടുത്തത് ഫുള്ളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് കുട്ടിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ക്ലീൻ ചെയ്തിട്ട് പിന്നെ 2-3 പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇല്ലേ നമ്മൾ ചിക്കനെല്ലാം ബ്രോസ്റ്റഡ് സ്റ്റൈലാക്കി ആക്കൂലേ, അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഇത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെയെല്ലാം ചെയ്ത് നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയെല്ലാം എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളം ചേർക്കാണ്ടാണ് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തിന്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. ഇതിൽ വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ടൊരു 10-20 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്തതിന്. എന്നിട്ട് അതിന് ശേഷം ബ്രോസ്റ്റിൻ്റെ കുറച്ച് പൗഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബ്രോസ്റ്റഡിൽ ഉണ്ടാക്കുന്ന കോട്ടിംഗ് പൗഡർ ഉണ്ടാവില്ലേ, ആ ഒരു പൗഡറാണ്. അപ്പോൾ ഇത് നല്ലോണം ഈ പൗഡറിലിട്ടിട്ട് നല്ലപോലെ ഈ കൊഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വലിയ പണിയൊന്നുമില്ല, ഈ പൗഡറിലിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് കുറച്ച് എണ്ണയിൽ, അങ്ങനെ കുറേ എണ്ണയൊന്നും വേണ്ട, ഇത് ചെറിയ നൈസ് സാധനമല്ലേ. അപ്പോൾ ഒരു 2 മിനിറ്റേ വേണ്ടി ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റ് അല്ല, ഒരു 2-3 മിനിറ്റ്. അപ്പോൾ അത്രയും കുറഞ്ഞൊരു 5 മിനിറ്റ് അത്രയും വേണ്ടു. അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രോസ്റ്റഡിൻ്റെ മിക്സ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട്. നമ്മൾ ഷോപ്പിലെല്ലാം പോയിട്ട് അതായത് AFC എല്ലാം കഴിക്കുന്നില്ല, അതിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു ഞാനിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ആദ്യം ഇട്ടതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നമ്മളെ കൊഞ്ചിൻ്റെ ആ ഒരു ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടും എല്ലാം ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടേനും കഴിക്കാൻ. ഞാനിത് കുട്ടിയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർ ഇതൊന്ന സംഭവം, ഞാൻ പറഞ്ഞത് ചെമ്മീൻ ബ്രോസ്റ്റഡ് എന്ന് പറഞ്ഞ് അങ്ങനെ അവരിതാക്കി. അവർക്ക് ഭയങ്കര അതിശയായിപ്പോയി, ചെമ്മീൻ ബ്രോസ്റ്റഡോ, നമ്മൾ ചിക്കനെല്ലാം അങ്ങനെ കഴിക്കലെന്നെല്ലാം. അവർ സൂപ്പർ എന്നെല്ലാം പറയുന്നത് കേട്ടോ, അവർക്ക് ഇഷ്ടമായിന്. ഇടയ്ക്കെൻ്റെ വായിലെല്ലാം വെച്ചിരുന്നുണ്ട്. പിന്നെ ഇവർ പഠിക്കുന്ന സമയത്തേന് ഞാൻ കൊണ്ടു കൊടുത്തിന്, അന്നേരം അവർക്ക് കൂടുതൽ ഇഷ്ടമായി. പഠിക്കുന്ന സമയത്ത് കുറച്ച് സമയം അവർക്ക് പഠിക്കാണ്ടിരിക്കാമല്ലോ. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറും കൂടി ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.